വി ഡി സതീശനെതിരെ എൻ വിജയന്റെ കുടുംബം അച്ഛൻ്റെ വാക്കിൻ്റെ പുറത്താണ് വി ഡി സതീശനെ കാണാൻ പോയതെന്ന് മകൻ വിജേഷ്. തനിക്ക് സതീശനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല, പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല തന്നോട് സംസാരിച്ചത്. മരണശേഷവും അച്ഛന് പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയില്ല, പാർട്ടി നേതാക്കളിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും വിജേഷ് പറഞ്ഞു. വളരെ വലിയ രീതിയിലുള്ള ആക്ഷേപം വി ഡി സതീശൻ എൻ വിജയൻ്റെ കുടുംബത്തിന് നേരെ ഉന്നയിച്ചിരുന്നു. ആ വിഷയത്തിലാണ് അല്പനിമിഷങ്ങൾക്ക് മുൻപ് എൻ വിജയൻ്റെ കുടുംബം പ്രതികരിച്ചത്. അച്ഛൻ്റെ വാക്കിൻ്റെ പുറത്താണ് വി ഡി സതീശനെ മകൻ കാണാൻ പോയതെന്ന് വിജേഷ് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് വി ഡി സതീശനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല, പക്ഷേ വി ഡി സതീശൻ ഒരു നേതാവ് സംസാരിക്കേണ്ട രീതിയിലല്ല അദ്ദേഹത്തോട് സംസാരിച്ചതെന്ന്, മകൻ വിജേഷിനോട് സംസാരിച്ചതെന്ന് വിജേഷ് പറയുകയുണ്ടായി. നമുക്കറിയാം, ഈ എൻ വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പുറത്തു വരുമ്പോൾ അത് കൈരളി ന്യൂസ് തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് കൊണ്ടുവന്ന ആ സാഹചര്യത്തിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നൊരു സാഹചര്യമുണ്ടായി. മനഃപൂർവ്വം വെള്ളപൂശുന്ന ഐ സി ബാലകൃഷ്ണനെയും ഒപ്പം തന്നെ വെള്ളപൂശുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒപ്പം തന്നെ ഇപ്പോൾ ഈ മകൻ വിജേഷ് പ്രതികരിച്ചപ്പോഴും കൂട്ടിച്ചേർത്ത ഒരു കാര്യം ഇതാണ്. യാതൊരു തരത്തിലും ഒരു നേതാവെന്ന രീതിയിലല്ല വി ഡി സതീശൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. അച്ഛൻ്റെ വാക്കിൻ്റെ പുറത്താണ് വി ഡി സതീശനെ കാണാൻ പോയത്. എന്നാൽ പാർട്ടിയിലെ നേതാവാണ് ബലിയാടായിരിക്കുന്നത്. താൻ ഭീഷണിപ്പെടുത്തുന്ന ആളല്ല വി ഡി സതീശൻ. താൻ കാര്യങ്ങൾ പറയുമോ എന്ന ആശങ്ക അവർക്കുണ്ടാകും. അതായത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പുറത്തു പറയുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടാകും. യാതൊരു തരത്തിലുള്ള നീതിയും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല, തനിക്ക് കിട്ടില്ല, തൻ്റെ കുടുംബത്തിന് കിട്ടില്ല എന്നതടക്കം ഇദ്ദേഹം പറയുകയുണ്ടായി. മരണശേഷവും അച്ഛന് പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ല. യാതൊരു തരത്തിലുള്ള പ്രതികരണവും വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊലിഞ്ഞത് രാഷ്ട്രീയമല്ല, തൻ്റെ പ്രശ്നം പൊലിഞ്ഞത് 2 ജീവനാണ്. ഈ ജീവൻ പൊലിഞ്ഞതിന് യാതൊരു തരത്തിലുള്ള വില കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിന് മുൻപാണ് ഈ എൻ വിജയൻ്റെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നമുക്ക് ആദ്യം ആ വാക്കുകളിലേക്ക് പോകാം. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. അപമാനിച്ചു എന്നല്ല, ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലൊരാളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. ഞാനൊന്നും മാറ്റി പറഞ്ഞിട്ടുമില്ല. ഞാൻ ഭീഷണിപ്പെടുന്ന ആളല്ല എന്നും എനിക്കറിയാം. പിന്നെ ഞാൻ ഇതിൽ കയറി ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇല്ലല്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. അനൂപുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനൂപ്, മകൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് ഈ ഒരു വിഷയം പുറത്തു വന്നതോടുകൂടി അല്ലെങ്കിൽ പുറത്തു വന്നതിന് ശേഷം യാതൊരു തരത്തിലുള്ള സമീപനവും അല്ലെങ്കിൽ ഇതിനെ ആശ്വാസകരമായ രീതിയിലുള്ള ഒരു സമീപനവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അച്ഛൻ്റെ വാക്കിൻ്റെ പുറത്താണ് സതീശനെ കാണാൻ പോയതെന്നും വിജേഷ് പറയുന്നുണ്ട്. എന്നാൽ പാർട്ടി നേതാവ് സംസാരിക്കേണ്ട രീതിയിലല്ല ഈ വി ഡി സതീശൻ അദ്ദേഹത്തോട് സംസാരിച്ചതെന്നും മകൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നേരത്തെ കണ്ടത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് നീതി ലഭിച്ചില്ല, മരിച്ചപ്പോഴും അച്ഛന് നീതി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, മരണശേഷവും തങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്ന വേദനയോടെയുള്ളൊരു മറുപടിയാണ് വി ഡി സതീശന്റെ ആക്ഷേപത്തിന് മറുപടിയായി ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ വിജേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് താൻ അവിടെ പോവുകയും പറവൂര് ഓഫീസിൽ പോവുകയും കത്ത് നൽകുകയും ചെയ്തു. കത്ത് വായിച്ചു അദ്ദേഹം. അതിനുശേഷം ഇതിൽ ആധികാരികതയില്ല എന്നുള്ള ചില പരാമർശങ്ങൾ നടത്തി. ഒരു നേതാവിന് ചേർന്ന സംസാരമല്ല അദ്ദേഹം നടത്തിയതെന്നും വിജേഷ് പറയുന്നു. അത്തരത്തിൽ വീണ്ടും ഇക്കാര്യത്തിന്റെ ഗൗരവം സംബന്ധിച്ച്
അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. തങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങളും തങ്ങൾക്ക് അറിയില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയാണ് പണമിടപാടുകൾ ഉൾപ്പെടെ നടത്തിയെന്ന് അച്ഛൻ ഈ കത്തിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഒരു നേതാവിന് യോജിച്ച വിധത്തിലല്ല അദ്ദേഹം പിന്നീട് സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഈ മറുപടി കേട്ടതിന് ശേഷം മടങ്ങുകയായിരുന്നു. ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തുന്ന ഒരു സംസാരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചലനം പോലും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് വിജേഷ് പറയുന്നത്. താൻ ഭീഷണിപ്പെടുത്തിയാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളല്ല വി.ഡി. സതീശൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വാധീനമൊന്നും തനിക്കില്ല എന്നറിയുന്ന ഒരാളാണ് വി.ഡി. സതീശൻ. അത് തനിക്കും അറിയാം ആ കാര്യം. ഏതായാലും ഒരു ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ വിധത്തിലൊരു സംസാരത്തിനല്ല. അച്ഛന്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. 10 ദിവസത്തിനകം, അല്ലെങ്കിൽ തന്റെ മരണത്തിന് ശേഷം ഈ കത്ത് കിട്ടി, അത് നേതാക്കളെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് അവിടേക്ക് ചെന്നത്, ഈ കത്ത് കൊടുക്കുന്നത്. പിന്നീട് അച്ഛൻ കത്തിൽ പരാമർശിച്ചതുപോലെ 10 ദിവസം കാത്തു നിൽക്കുകയും ചെയ്തു. വലിയ ബാധ്യതയായിരുന്നു എന്നെ വിജയനുണ്ടായിരുന്നത്, കോടികളുടെ ബാധ്യത. അത് തങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. തങ്ങൾക്കും അച്ഛന്റെ വഴിയെ സഞ്ചരിക്കേണ്ടി വരും എന്ന ഭയത്താലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ആശങ്കകൾ തങ്ങൾക്കുണ്ടായിരുന്നു. 10 ദിവസത്തിനകം ഇതിൽ ഏതെങ്കിലും വിധത്തിൽ അവർ ഇടപെടും, പരിഹരിക്കുമെന്നായിരുന്നു തങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ മരണത്തിന് ശേഷവും നീതി ലഭിച്ചില്ല. കുടുംബത്തെ സന്ദർശിക്കാനോ ഒരു അനുശോചന കുറിപ്പ് എഴുതാനോ പോലും നേതാക്കൾ തയ്യാറാവാത്തത് വേദനിപ്പിച്ചു. ഒരു കോൺഗ്രസ് പ്രവർത്തകരോടും ഇത് ചെയ്യരുത്. താൻ ജീവൻ പൊടിഞ്ഞ 2 പേരുടെ കാര്യം ഓർത്താണ് താൻ ഇതിനെല്ലാം മുതിർന്നത് എന്നെല്ലാം വിജേഷ് പറയുന്നു. അച്ഛന്റെ മരണത്തിന് ശേഷം വീട് സന്ദർശിക്കാൻ പോലും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ വന്നില്ല. കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു അച്ഛൻ. എൻ വിജയൻ എന്ന് പറയുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. DCCയുടെ ട്രഷററായി ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തിയാണ്. ACC ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആ വിധത്തിലെല്ലാം പ്രവർത്തിച്ച ഒരാൾക്കാണ് മരണത്തിന് ശേഷം വിധത്തിൽ കടുത്ത നീതികേട് നേരിടേണ്ടി വന്നത്. നേതാക്കളുടെ വലിയ സാമ്പത്തിക തട്ടിപ്പിലും അഴിമതിയിലുമെല്ലാം ഇരയായി മരിക്കേണ്ടി വന്നയാളാണ് അച്ഛൻ. ഏതായാലും ആ വിധത്തിലുള്ള സാഹചര്യം ഒന്നും പരിഗണിക്കാതെ മരണത്തിന് ശേഷവും വേട്ടയാടുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റേത് എന്നാണ് എൻ വിജയന്റെ മകൻ വിജേഷ് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ഏതായാലും ഇത്തരത്തിൽ വി.ഡി. സതീശൻ പറയുന്നത് നുണയാണ്, പച്ച കള്ളമാണ്. ഇത് സംബന്ധിച്ച് വി.ഡി. സതീശൻ പറയുന്നത് ഈ ആക്ഷേപം നീക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള മറുപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും വിജേഷ് പറയും. തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസാരിക്കേണ്ട രീതിയിലല്ല ഈ വി.ഡി. സതീശൻ സംസാരിച്ചതെന്നാണ് വിജേഷ് പറഞ്ഞത്. നമുക്കറിയാം, ഈ കത്ത് ലഭിച്ചതിന് ശേഷം പോലും കൃത്യമായ രീതിയിലുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. നേതാക്കൾക്ക് കൈയിട്ട് വാരാനും അഴിമതി നടത്തിയതിൻ്റെ പേരിൽ 2 ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യമാണ്. എൻ വിജയൻ വളരെ ദീർഘകാലം അനൂപ് സൂചിപ്പിച്ചതുപോലെ വയനാട് DCC ട്രഷറായിരുന്നു. ഒപ്പം തന്നെ ഒരുപാട് കാലം പാർട്ടിയിലെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതികരണങ്ങൾ അടക്കം നടത്തേണ്ടത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ആ നിലയ്ക്ക് പോലും തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. വളരെ വലിയ നീതികേടാണ് ഈ എൻ വിജയൻ്റെ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ നേതാക്കൾ ആ വീട് സന്ദർശിക്കാനോ അത്തരത്തിലുള്ള ശ്രമം ഒന്നും തന്നെ നടത്തിയില്ല. കൈ കഴുകി കളയുന്ന ഒരു പ്രവണത അതാണ് ഇക്കാര്യത്തിൽ കണ്ടത്. അങ്ങനെയല്ലേ അനു? തീർച്ചയായും ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അപ്പോഴെല്ലാം ഈ വിധത്തിലുള്ള സാധ്യതകൾ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു എന്നതാണ് സൂചന. ഏതായാലും മരണക്കുറിപ്പുമെല്ലാം ആദ്യഘട്ടത്തിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ നേതാക്കൾ വീടുകളിലെത്തി ആദ്യം ആവശ്യപ്പെട്ടത് ഈ കത്തായിരുന്നു എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് കുടുംബം പ്രവർത്തിച്ചത്. നേതാക്കൾക്ക് 4 കത്ത് എഴുതി വെച്ചിരുന്നു. ആ 4 കത്തും നേതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. അത് അവർ ചെയ്തു. ഏതായാലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താൻ ചെയ്തത്. തന്റെ പ്രശ്നം രാഷ്ട്രീയമല്ല, പൊലിഞ്ഞ 2 ജീവനുകളാണ് എന്നാണ് എൻ വിജയന്റെ മകൻ പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ദയനീയമായ സാഹചര്യമുണ്ട്. വലിയ വേദനയോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ മകൻ ദീർഘകാലം കോൺഗ്രസിന്റെ സമുന്നത നേതാവായി പ്രവർത്തിച്ച് ഒടുവിൽ ദാരുണമായ മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ നേതാവിന്റെ മകൻ പറയുന്നത് താൻ ഈ വിധത്തിൽ ഒരു തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും നടത്തിയിട്ടില്ല, ആ വിധത്തിൽ ഒരു താല്പര്യവും തനിക്കില്ല. ഇതൊന്നും രാഷ്ട്രീയ പ്രശ്നമായല്ല താൻ കാണുന്നത്, തങ്ങളുടെ വീട്ടിൽ നടന്ന 2 ദാരുണമായ മരണങ്ങളെ പറ്റിയാണ് എന്നുള്ളതെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും മരണശേഷം അച്ഛന് നീതി ലഭിച്ചില്ല, പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന് വിജേഷ് പറയുമ്പോൾ ഒരു വട്ടം പോലും സംസാരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. വളരെ കടുത്ത ഒരു അവഗണിക്കുന്ന രീതിയിൽ, നിഷേധിക്കുന്ന രീതിയിലാണ് നേതാക്കൾ സംസാരിച്ചത് എന്നാണ്
അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നാം സൂചിപ്പിച്ചതുപോലെ ആ വിധത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ മരണത്തിന്റെ ഘട്ടത്തിലും പിന്നീടൊന്നും ഈ വിധത്തിൽ ഈ സാമ്പത്തിക ബാധ്യതയോ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ട് മറ്റു കാര്യങ്ങളോ പരിഹരിക്കാൻ നേതാക്കളുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും അത് തന്നെയാണ് മകനും പറയുന്നത്. തീർച്ചയായും കടുത്ത അവഗണന ഇക്കാര്യത്തിലുണ്ട്. അത് നേതാക്കളുടെ എല്ലാവരുടെയും പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. നേരത്തെ സുധാകരനും ഇക്കാര്യത്തിൽ ഈ കത്ത് വായിച്ചിട്ടില്ല എന്ന് പ്രതികരിച്ചിരുന്നു. ഒപ്പം തന്നെ IC ബാലകൃഷ്ണനെതിരെ ഉള്ള പോലീസ് വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല, അതായത് ഈ പാർട്ടി കാര്യം പാർട്ടി അന്വേഷിക്കുമെന്ന് വളരെ ലാഘവത്തോടെയാണ് പറയുന്നത്. അതായത് വളരെ കരുതിക്കൂട്ടി നേതാക്കൾക്ക് അഴിമതി നടത്താൻ അതിനിരയായ NM വിജയനെ വളരെ കരുതിക്കൂട്ടി അദ്ദേഹം മരിക്കുന്നത് വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ്. ആ രക്തക്കറ ഒരിക്കലും കോൺഗ്രസ്സിന് കഴുകി കളയാനാകില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കത്തിനെക്കുറിച്ച് യാതൊരു ആശങ്കയും അവർക്കില്ല എന്നുള്ളതും ഈ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും കടുത്ത നീതി നിഷേധമാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഈ സതീശൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളല്ല പ്രതിപക്ഷ നേതാവെന്നും വിജേഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അതിൽ വലിയ രീതിയിലുള്ളൊരു നീതി നിഷേധം അത് ഉണ്ടായി എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലേ അനൂപ്? അനൂപ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഈ വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ് കോൺഗ്രസ് നടത്തിയത് തന്നെയാണ്. കാരണം ഈ വിഷയം ആദ്യം പുറത്തു വരുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള തീരുമാനവും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധിയോ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. എന്നാൽ കത്ത് കിട്ടിയെന്ന് VD സതീശൻ ഇക്കാര്യത്തിൽ പറയുന്നു. അത് വായിച്ചു, അതിൽ ചില അവ്യക്തതയുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ കണ്ടു, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവ് പ്രതികരിക്കേണ്ട രീതിയിലല്ല അദ്ദേഹം പ്രതികരിച്ചതെന്നും മകൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കാരണം വളരെ കടുത്ത വലിയ സാമ്പത്തിക ബാധ്യത, അത് ഈ NM വിജയൻ്റെ കുടുംബം വരുത്തി വെച്ച ബാധ്യത അല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ബലിയാടായി, പാർട്ടിയിലുള്ള നേതാക്കൾക്ക് പണം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അഴിമതി നടത്തുന്നതിന് ബലിയാടായി മാറിയതാണ് NM വിജയൻ എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ നീതി നിഷേധം അത് ഉണ്ടായിട്ടുണ്ട്. ഇനി ഏത് തരത്തിലായിരിക്കും ഇവർ പ്രതികരിക്കുക അല്ലെങ്കിൽ നേതാക്കൾ പ്രതികരിക്കുക എന്നുള്ളതും നമുക്ക് വ്യക്തമല്ല ഇക്കാര്യത്തിൽ. അനൂപ് തുടരുന്നുണ്ട്. അനൂപ്, മറ്റു വിവരങ്ങൾ കൂടി. നേരത്തെ തന്നെ കുടുംബത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. പ്രാദേശിക നേതൃത്വം മാത്രമല്ല, വയനാട് DCCയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഈ മരണം സംഭവിച്ചത് കുടുംബ പ്രശ്നത്തിന് കാരണമാണ് എന്നുള്ളൊരു മനഃപൂർവ്വം ആസൂത്രിതവുമായ പ്രചാരണം അഴിച്ചുവിടാനാണ് അവർ ശ്രമിച്ചത്. അതിന്റെ കൂടി ഫലമായിരുന്നു പലപ്പോഴും അവരുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള പ്രതികരണങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ വലിയ ആക്രമണം ഈ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഈ വിധത്തിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ അച്ഛൻ അനുവദിച്ച ഈ 10 ദിവസത്തിനകം അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവിടുന്നതിന് കുടുംബത്തെ പ്രേരിപ്പിച്ചതും ഈ കാരണങ്ങളാണ്. കുടുംബത്തിനെതിരെയുള്ള സംഘടിതമായ കോൺഗ്രസ് ആക്രമണം, ഒരു കോൺഗ്രസിന്റെ നേതാവ്, ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ കുടുംബമാണെന്ന് ഓർക്കണം. ആ കുടുംബത്തോടാണ് ഈ സംഘടിതവും ആസൂത്രിതവുമായ ഈ വിധത്തിലുള്ള പ്രചാരണം അവർ അഴിച്ചുവിട്ടത്. ഏതായാലും അത് പ്രതിരോധിക്കുക എന്നത് ആ കുടുംബത്തിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മാറി. ആ കുടുംബത്തിന് പൊതുസമൂഹത്തിൽ അവർക്ക് ജീവിതം തുടരാനുള്ള അല്ലെങ്കിൽ ആ വിധത്തിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം നൽകുന്നതിന് അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വളരെ അത്യാവശ്യമായിരുന്നു. ആ ഘട്ടത്തിലാണ് അവർ ആ കത്ത് ഉൾപ്പെടെ പുറത്തുവിടുന്നത്. പിന്നീട് സംസ്ഥാന നേതാക്കളും ഈ വിധത്തിൽ കുടുംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായി തന്നെ വെളിപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആൾ, അത് പ്രതിപക്ഷ നേതാവ് തന്നെ ആ കുടുംബത്തെ ഈ വിധത്തിൽ ആക്ഷേപിക്കാൻ തയ്യാറെടുത്തു എന്നുള്ളത് അല്ലെങ്കിൽ തയ്യാറായി എന്നുള്ളത് ഏത് വിധത്തിലുള്ള നിലപാടാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഉള്ളത് എന്നത് തെളിയിക്കുന്നതാണ്. ആ വിധത്തിലാണ് അവരുടെ പ്രതികരണം. ഇത് ഈ ഒരു നേതാവിൽ നിന്ന് ഒതുങ്ങാനിടയില്ല. അവർ നിരന്തരം ഈ വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത്ര ഗുരുതരമായ ആക്ഷേപവും ആരോപണവുമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്നത്. വലിയ നിയമപ്രശ്നങ്ങളിലേക്കും ഒക്കെ ഉൾപ്പെടെ പോകാവുന്ന വിധത്തിലേക്ക് അത് പരിണമിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ അവരുടെ ദുർബലവും ദയനീയവുമായ പ്രതികരണവും
അത് ഒരു പ്രതികരണമായി മാറുകയാണ് ഈ വിധത്തിലുള്ള ആക്ഷേപങ്ങൾ. അതാണ് ഈ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നതും എന്ന് പറയാം. അവർ നിസ്സഹായമായി ഈ വിധത്തിലുള്ള ഈ പ്രചരണങ്ങൾ വരുമ്പോൾ അതിനെ ഏത് വിധത്തിലാണ് പ്രതിരോധിക്കേണ്ടത് എന്ന ആശങ്കയിലാണ്. ഏതായാലും NM വിജയന്റെ മകൻ ഇപ്പോൾ പ്രതികരിച്ചതും ആ വിധത്തിലാണ്. തങ്ങളോട് ഇത് ഇനിയും ഈ വിധത്തിൽ നീതി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നീതി നിഷേധിച്ചു. ഇനിയെങ്കിലും ആ വിധത്തിലുള്ള ആ വിധത്തിൽ ഇനിയെങ്കിലും തങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കരുതേ എന്നൊരു അഭ്യർത്ഥനയാണ് ഏതായാലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ശരി, അനൂപാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.